ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് ചെയ്യുന്നത് സ്നേക്ക് പ്ലാന്റിൻ്റെ ഒരു വീഡിയോ ആണ്. കണ്ടോ, നല്ല ഭംഗിയുള്ള പ്ലാന്റ് അല്ലേ സ്നേക്ക് പ്ലാന്റ്. കാണുമ്പോൾ തന്നെ വളരെ നമുക്കൊരു പോസിറ്റീവ് എനർജി ഉണ്ടാക്കുന്ന ഒരു പ്ലാന്റാണ്. അതിൻ്റെ ലീവ്സിൻ്റെ ഭംഗി എല്ലാം കൊണ്ട് നല്ല ഭംഗിയാണ്. ഈ പ്ലാന്റിന് സാൻസിവേരിയ, സർപ്പപ്പോള, മദർ-ഇൻ-ലാ ടങ് എന്നീ പേരുകളിലൊക്കെ അറിയപ്പെടുന്നു. അതായത് അമ്മായിയമ്മയുടെ നാക്ക് എന്നൊക്കെ, നീണ്ട ഒരു നാക്ക് പോലെ ഇരിക്കുന്ന ഷേപ്പ് കൊണ്ടായിരിക്കും അങ്ങനെ പറയുന്നത് അല്ലേ. ഇതിനെ നമുക്ക് ഇൻഡോറായിട്ടും ഔട്ട്ഡോറായിട്ടും ഒക്കെ വളർത്തിയെടുക്കാൻ പറ്റും. വലിയ കെയറൊന്നും ആവശ്യമില്ല കേട്ടോ. ഇതിൻ്റെ പോട്ടിംഗ് മിക്സ് എന്ന് പറയുമ്പം മണ്ണ്, ചാണകപ്പൊടി, കോക്കോപ്പിറ്റ് ഇവയാണ്. നല്ല ഇളക്കമുള്ള മണ്ണിൽ നന്നായിട്ട് വളർന്നു വരും. നല്ലൊരു പ്ലാന്റാണ്, കാണാൻ വലിയ ഭംഗിയാണ് കാണാൻ. ഇതിൻ്റെ പ്രൊപ്പഗേഷനൊക്കെ വളരെ ഈസിയാണ്. അതായത് മദർ പ്ലാന്റിൻ്റെ സൈഡിൽ നിന്ന് ബേബി പ്ലാന്റ്സ് ഉണ്ടായി വരും. ഈ ബേബി പ്ലാന്റ്സിനെ നമ്മൾ കെയർഫുള്ളായിട്ട് അടർത്തിയെടുത്ത് പുതിയ പോട്ടിൽ വെച്ച് വളർത്തിയാൽ അങ്ങനെ നമുക്ക് എത്ര പോട്ടിൽ വേണമെങ്കിലും വളർത്തിയെടുക്കാം. കണ്ടോ, ഞാൻ ഒത്തിരി പോട്ടുകൾ, എനിക്ക് ആകെ ഒരു കുഞ്ഞു ചെടിയാണ് കിട്ടിയത്. അതിൽ നിന്ന് ഞാൻ ഉണ്ടാക്കിയെടുത്താണ് ഇതെല്ലാം. ഇത് തന്നെ 2 വെറൈറ്റി ഉണ്ട്. ഇത് ധാരാളം വെറൈറ്റികളുണ്ട്. എൻ്റെ കയ്യിൽ ഇപ്പോൾ 2 വെറൈറ്റികളുണ്ട്. ഉണ്ട്, ഇത് വെറും ഗ്രീൻ കളർ മാത്രമുള്ളത്. അത് നല്ല ഭംഗിയാണ് കാണാൻ. പോട്ട് നിറഞ്ഞിരിക്കുക. ഇതിൽ ഇടയ്ക്കിടെ പൂ വരാറുണ്ട് കേട്ടോ. കണ്ടോ, ഇപ്പോൾ പൂ വന്നിരിക്കുന്നു. ഇതിലും പൂവുണ്ടായിരുന്നു. പിന്നെ ഇതിനെക്കുറിച്ച് പറയുമ്പോൾ ആഴ്ചയിൽ ഒരിക്കൽ വേലയൊക്കെ തുടച്ച് വൃത്തിയാക്കി എടുക്കുകയാണെങ്കിൽ കാണാൻ ഭയങ്കര ഭംഗിയായിരിക്കും. നല്ല ഫ്രഷായിട്ട് നിൽക്കും. വാട്ടറിങ്ങിനെ കുറിച്ച് പറയുമ്പോൾ ആഴ്ചയിലൊരിക്കൽ വാട്ടറിങ്ങിൻ്റെ ആവശ്യമേ ഉള്ളൂ. അത് നല്ലതായിട്ട് വളർന്നു വരും. കീടശല്യത്തെക്കുറിച്ച് പറഞ്ഞാൽ വലിയ കീടശല്യമൊന്നുമില്ല. ബെഡ്റൂമിലൊക്കെ സെറ്റ് ചെയ്ത് വളർത്തി വെച്ചാൽ നല്ല ഭംഗിയാണ്. നല്ല രസമാണ് കാണാൻ ബെഡ്റൂമിലേക്ക്. മാത്രമല്ല അതിനൊരു എയർ പ്യൂരിഫയിങ് ക്വാളിറ്റി ഉള്ളതുകൊണ്ട് ബെഡ്റൂമിൽ സെറ്റ് ചെയ്ത് വയ്ക്കുമ്പോൾ നല്ല ഓക്സിജൻ പ്രൊഡക്ഷൻ ഉള്ളതുകൊണ്ട് ഇത് ഇൻഡോറിലെ എയറിനെ അത് നല്ലതായിട്ട് ക്ലീൻ ചെയ്യുന്നു. അലർജി, ശ്വാസം മുട്ടൽ ഉള്ള ആയിട്ടുള്ളവരുടെ റൂമിൽ വയ്ക്കുന്നത് നല്ലതാണ്. കാരണം അതിൽ നല്ല പ്യൂരിഫൈഡ് ആയിട്ടുള്ള എയർ ഉണ്ടാകും. നമുക്ക് സുഖമായിട്ട് ഉറങ്ങാനും സാധിക്കും. ചില സമയങ്ങളിലൊക്കെ റെയറായിട്ടാണ് ഇതിൽ ഫ്ലവറിങ് വരാറുള്ളൂ കേട്ടോ. എപ്പോഴും ഫ്ലവറിങ് ഉള്ള ഒരു പ്ലാന്റ് അല്ല ഇത്. പിന്നെ ഇതിനെക്കുറിച്ച് പറയുവാണെങ്കിൽ ഇത് വീട്ടിൽ വയ്ക്കുന്നത് വളരെ ഐശ്വര്യമാണെന്നാണ് പറയുന്നത് കേട്ടോ. ഇതിൻ്റെ 2 വെറൈറ്റി പ്ലാന്റിനെ കുറിച്ചാണ് ഇത് കണ്ടല്ലോ. ഇതാ യെല്ലോ ബോർഡർ, നടുവിലതാ ഗ്രീനിഷ് ആയിട്ടുള്ള കളർ. നല്ല രസമാണ് കാണാൻ. ഇത് ഒരു നമുക്ക് എന്താ പറയുക, ഈ ചെടി വീടിനകത്തിരിക്കുമ്പോൾ നമുക്ക് തന്നെ ഒരു നല്ല പോസിറ്റീവ് എനർജി ഉണ്ട്. ഫെങ്ഷി അനുസരിച്ച് പറയുമ്പോൾ ഫെങ്ഷിയിൽ വിശ്വാസമുള്ളവർക്ക് ഇഷ്ടം തോന്നും. പക്ഷേ എനിക്കത് ഇഷ്ടമാണ് കേട്ടോ. ഫെങ്ഷി അനുസരിച്ച് എനിക്കത് വളരെ നല്ലതായിട്ട് തോന്നിയിട്ടുണ്ട് ഈ പ്ലാന്റ് വളർത്തുന്നത്. ഫെങ്ഷി അനുസരിച്ച് പോസിറ്റീവ് എനർജി ഉണ്ടാക്കുന്ന ഒരു ചെടിയാണിത്. അത് മാത്രമല്ല പ്രോസ്പെരിറ്റിയും ഉണ്ടാക്കും എന്നാണ് പറയുന്നത്. പിന്നെ ഗുഡ് ലക്ക് തരുന്നൊരു പ്ലാന്റാണ്. നെഗറ്റീവ് എനർജിയെ അതിനെ ബ്ലോക്ക് ചെയ്യാൻ പറ്റുമെന്നാണ് പറയുന്നത്. അപ്പോൾ എന്തുകൊണ്ടും ഇങ്ങനെ ഒരു പ്ലാന്റ് ഇരിക്കുന്നത് നല്ലതാണല്ലോ അല്ലേ. എന്തൊക്കെ പറഞ്ഞാലും നെഗറ്റീവ് എനർജിയെ ബ്ലോക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു പ്ലാന്റ് വീട്ടിലുണ്ടെങ്കിൽ നമ്മുടെ മനസ്സിനൊരു സന്തോഷവും തോന്നും. നമുക്ക് ആ ചെടി വളർത്തിയാൽ നല്ലതായിരിക്കും തോന്നും. അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഈ പ്ലാന്റ് വളർത്തുക കേട്ടോ. നല്ല രസമാണ്. 2 ടൈപ്പാണ് കണ്ടോ. ഇത് നല്ലതാണ് കാണാൻ. അതുപോലെ തന്നെ ഇത് ഒന്നിനൊന്ന് മെച്ചമാണ് കാണാൻ. ഇതിൻ്റെ ചെറിയ ടൈപ്പുണ്ട്. മുമ്പ് എനിക്കുണ്ടായിരുന്നു, ഇപ്പോൾ അതില്ല, നഷ്ടമായിപ്പോയി. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ കണ്ടോ, ഇഷ്ടമായല്ലോ അല്ലേ. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി പറയുന്നു. താങ്ക്സ്. ഇനി ഞാൻ അടുത്ത ഒരു വീഡിയോയുമായിട്ട് വരുന്നത് വരെ നമുക്ക്
in bye. Okay, bye.